നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പഴയ രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? ഇപ്പോഴാണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീകളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാവുന്നത്. പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് മരത്തിൻ്റെ ചില്ലയൊക്കെ വെട്ടിവെച്ച് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുമ്പോൾ വെള്ള പെയിൻ്റൊക്കെ അടിച്ച് തോരണങ്ങളൊക്കെ തൂക്കിയെടുക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഇത്തവണ മോളെൻ്റെ അടുത്ത് ക്രിസ്മസ് ട്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് പഴയ രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി മരത്തിൻ്റെ ചില്ലയൊക്കെ അന്വേഷിച്ച് നടന്നെങ്കിലും മരത്തിൻ്റെ ചില്ലയൊന്നും കിട്ടിയില്ല. അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് ഒരു ഉണങ്ങിയ തുളസി ചെടിയാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കമ്പൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ക്രിസ്മസ് ട്രീ ഈ ചെറിയ തുളസിച്ചെടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളതിൽ നിന്ന് 2-3 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അത്ര വലുതൊന്നുമല്ല, തുളസിച്ചെടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്ര വലുതൊന്നുമല്ല. എന്നാലും അതിൽ നിന്നൊരു 2-3 പീസ് ഒടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അറ്റം ഈ 3 തുളസിച്ചെടിയുടെ കമ്പുകളും കൂടെ കൂട്ടിയിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് എടുക്കാം. ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മൾ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ഗ്രീൻ കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ലേശം ഗ്രീൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മരത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്രീൻ പെയിൻ്റ് കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിനെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിനകത്തേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെയിൻ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തോരണങ്ങളൊക്കെ തൂക്കി തുടങ്ങാം. നമ്മൾ പണ്ട് ചെയ്തിരുന്നത് പോലെ സിഗരറ്റ് പാക്കറ്റൊക്കെ വെട്ടി അതുകൊണ്ടുള്ള തോരണങ്ങളൊക്കെ ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സമയക്കുറവ് മൂലം നമുക്കതിന് സാധിച്ചില്ല. അവസാന നിമിഷത്തിലാണ് നമ്മൾ ട്രീ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, നമുക്ക് ഈ തോരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മളൊരു കടയിൽ ബുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറച്ച് സിഗരറ്റ് കൂടും ഒക്കെ ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതൊന്നും നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് കിട്ടിയ തോരണങ്ങൾ തന്നെയാണ് തൂക്കിയിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഇതിൽ ബാലൻസ് ചെയ്ത് പൊക്കോളും. കാരണം തുളസിച്ചെടി ആവുമ്പോൾ അതും ഉണങ്ങിയതാകുമ്പോഴേക്കും അതിനത്ര ബലമൊന്നും കാണില്ല. എന്നാലും ഈ തോരണങ്ങൾക്ക് അധികം കനമില്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്ത് പൊക്കോളും. ട്രീ റെഡി ആയിട്ടുണ്ട്. ലൈറ്റും കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞിക്ക് ട്രീ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ആ ഓർണമെൻറ്റ്സിലൊക്കെ ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന് ലൈറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഭംഗിയൊന്ന് കണ്ടു നോക്കിയാലോ. മുട്ടത്തോടും പഴംതുണി ഉപയോഗിച്ച് സ്നോമാൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈറ്റും കൂടെ വന്നപ്പോൾ നമ്മുടെ ട്രീ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും കൃത്യസിൻ്റെ ക്രിസ്മസ് നവവത്സരാശംസകൾ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.